ഇന്നത്തെ റെസിപ്പി നമ്മുടെ അമൃതം പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റിൻ്റെയാണ്. ഇത് റെഡിയാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു തേങ്ങ ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഈ തേങ്ങ ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഷെയ്ഡൊന്ന് മാറി വന്നാൽ മാത്രം മതി. നമ്മളിതുപോലെ നന്നായിട്ട് തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം നമ്മുടെ ബിസ്ക്കറ്റൊക്കെ കേടുവരാതിരിക്കും. ഇപ്പോൾ നമ്മുടെ തേങ്ങയിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്, ഷെയ്ഡും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഈ തേങ്ങ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ കുറച്ചും കൂടി ഒന്ന് കരിഞ്ഞു പോകും. ഈ തേങ്ങയുടെ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ടല്ല, ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതും ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ അമൃതം പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ അമൃതം പൊടിയിൽ ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് മിനിമം 3 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്കിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റാക്കിയിട്ടുള്ള നെയ്യ് കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നെയ്യും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ നെയ്ക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാം. അതുപോലെ മെൽറ്റാക്കിയിട്ടുള്ള നെയ്യ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഇനി നെയ്യും പഞ്ചസാരയും നല്ലപോലെ യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയില്ലേ, അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. മുഴുവനും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇത് ലാസ്റ്റ് നമ്മുടെ ബിസ്ക്കറ്റിന് കോട്ടിങ് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇത് കൈ വെച്ചിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പാലൊക്കെ ഇതിലേക്ക് ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി കേട്ടോ. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിന് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയില്ലേ, അതിലിത് ഒന്ന് കോട്ട് ചെയ്തും കൂടെ എടുക്കാം. നമ്മളിതുപോലെ തേങ്ങയിലും കൂടെ കോട്ട് ചെയ്തിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഹോളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ജാമാണ്. ഞാൻ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമുള്ള കാര്യമല്ല. ഇനി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു പാനിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഞാൻ ഇതുപോലത്തെ പഴയൊരു ദോശത്തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 മിനിറ്റ് നേരം ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പാത്രം അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. ഈ അടപ്പിലുള്ള ചെറിയൊരു ഹോളില്ലേ, ഇത് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുത്തിട്ടുള്ളതാണ്. 15 മുതൽ 20 മിനിറ്റ് വരെ ടൈം എടുക്കും കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടാനായിട്ട്. ഞാനിത് വെച്ചിട്ട് 16 മിനിറ്റായി. നമ്മുടെ തേങ്ങാ ബിസ്ക്കറ്റൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ 15 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ ഇത് കിട്ടും.
കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്